കോഴിക്കോട് സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെതിരെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ട്രേഡ് സെന്ററും പാർക്കിംഗ് ഏരിയയും തണ്ണീർത്തടം നികത്തി നിർമ്മിച്ചതാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പാർക്കിംഗ് ഏരിയയുടെ പ്രവർത്തനം തുടരുകയാണെന്നും നാട്ടുകാർ പറയുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് പരിസരത്താണ്. ഈ ട്രേഡ് സെന്ററിനാണ് കോഴിക്കോട്ടെ വിവിധ പരിപാടികളൊക്കെ തന്നെ നടക്കുന്ന ഒരിടം കൂടിയാണ്. എന്നാൽ ഈ ട്രേഡ് സെന്ററിനോട് ചേർന്നിട്ടുള്ള പാർക്കിംഗ് ഏരിയയും ഒക്കെ തന്നെ അനധികൃതമായി തണ്ണീർത്തടം നികത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന ഗുരുതര ആരോപണമാണ് പ്രദേശവാസികളൊക്കെ തന്നെ ഉയർത്തിയിരിക്കുന്നത്. കോഴിക്കോട് സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ നിർമ്മാണം അനധികൃതമാണെന്നും ട്രേഡ് സെന്ററിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയ തണ്ണീർത്തടം നികത്തി നിർമ്മിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളാണ് പ്രദേശത്ത് നടക്കുന്നത്. ട്രേഡ് സെന്ററിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയ്ക്ക് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പ്രവർത്തനം നിർത്തിവെക്കാൻ ട്രേഡ് സെന്റർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പാർക്ക് ചെയ്യാനെത്തിയ വാഹനങ്ങളെ പാർക്കിംഗ് ഏരിയയുടെ മുൻവശത്ത് വെച്ച് സമരക്കാർ തടഞ്ഞത്. പാർക്കിംഗ് എന്ന് പറഞ്ഞ സ്ഥലം ആ ട്രേഡ് സെൻ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് കോർപ്പറേഷൻ്റെ അനുമതി ഉള്ളത്. അത് അതിൻ്റെ സൈറ്റ് പ്ലാനിൽ പറഞ്ഞത് ഈ ബിൽഡിങ്ങിന് ഇത്ര നമ്പർ ബിൽഡിങ്ങിന് ഇവിടെയാണ് ഇതിൻ്റെ സൈറ്റ് പ്ലാനിൽ പാർക്കിംഗ് പ്ലേസ് കാണിച്ചത്. അതായത് ഈ പറഞ്ഞ തണ്ണീർത്തടം നികത്തിയ ഭാഗത്ത് ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലമാണ് തൊട്ടടുത്തുള്ള പാർക്കിംഗ് പ്ലേസ് ഇവർ കാണിച്ചത്. ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഒന്നുമില്ല. പക്ഷേ അവിടെ അവർ അനധികൃതമായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ജനം, കോഴിക്കോട്.